ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ച് മക്കളെ വളർത്താതിരിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് വളർത്തിയിട്ട് അവസാനം ഒന്നും കിട്ടാതെ വരുമ്പോൾ ആ മാതാപിതാക്കൾ ആകെ തകർന്നു. ഇപ്പൊ പറയുന്നത് ഇപ്പൊ മക്കളൊന്നും ആ തരത്തിൽ നമ്മളെ കുറിച്ച് ചിന്തിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഇല്ല. അതുമായിട്ടും ഞാൻ പറയുന്ന ഓരോ സ്ത്രീയും ത്യജിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി നമ്മൾ സ്വയം ടൈം കണ്ടെത്തി നമ്മളെ കൂടെ വളർത്താൻ നോക്കുക ഞാൻ പറയാം. ആർക്ക് വേണ്ടി തേച്ചിട്ട് ആരും ഭാര്യ മനസ്സിലാക്കാൻ പോണില്ല. ഒരു 21, 22, 23 വയസ്സാകുമ്പോൾ അവർ കെട്ടിച്ച് അവർ പോകും. അപ്പൊ അവരും അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയാണ്. അവരും ഭാര്യയായി അമ്മയായി ഉടനെ ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ അധ്വാനിക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് ഒരു ഭാര്യ ആയാലും ഒരു അമ്മയായാലും നമ്മുടെ തന്നെ ആ ഒരു നിലനിൽപ്പ് നമ്മൾ തന്നെ നോക്കണം. അത് മക്കളുടെ ഉത്തരവാദിത്വം അല്ല. നമ്മൾ ഉടനെ മക്കളെ അടിച്ചേൽപ്പിക്കുക. ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചില്ലേടാ, നിനക്ക് വേണ്ടി എന്റെ പഠനം നശിപ്പിച്ചില്ലേടാ, നിനക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോകാതെ ഇവിടെ കുത്തിയിരുന്നില്ലേടാ, എന്നിട്ട് നീ എനിക്ക് തന്നോടാ, നീ എന്നെ സ്നേഹിച്ചോടാ. അപ്പൊ കുട്ടി ചിന്തിക്കുന്നത് എന്നിൽ നിന്ന് എന്തോ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ കുട്ടിക്ക് അത് ബേർഡനാണ്, ടെൻഷനാണ്. അപ്പൊ ഞാൻ ഇനി അമ്മയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കണം? ഇല്ലേ, അമ്മയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അമ്മയ്ക്ക് തൃപ്തിയാവാ? എന്തിനാണ് നമ്മളെ കുട്ടീനെ അത്രയും വലിയൊരു സഫക്കേറ്റഡ് ആയിട്ട് വളർത്തുന്നത്?